അശ്വതീസ് വേൾഡ് ഓഫ് ക്രോഷ്യയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയിൻസ് എസ് സി ഒക്കെ ചെയ്യണതെന്ന് ഡി സി ഒക്കെ ചെയ്യണതെന്നൊക്കെ പറഞ്ഞുതരാമെന്ന്. എസ് സിൻ്റെയും സിംഗിൾ ക്രോഷ്യൻ്റെയും ചെയിൻ്റെയും വീഡിയോ നമ്മൾ കഴിഞ്ഞതിലിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി സെയിം നമ്മൾ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇടുക, എന്നിട്ട് ചെയിൻസ് ചെയ്തെടുക്കുക. ഞാൻ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി ചെയിൻസ് ചെയ്തിട്ട് നമ്മൾ ആ ചെയിനിലാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ടു, ചെയിൻസ് ചെയ്തെടുക്കുകയാണ്. എല്ലാവരും ചെയിൻസ് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇനി മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയിൻസ് ചെയ്തെടുത്തു. ഇനി ആ ചെയിൻസിൽ 4ാമത്തെ ചെയിനിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അത് ആദ്യം നമ്മൾ 2 കൂടെ പിന്നെ 2 കൂടെ എടുക്കുക. അടുത്തതിൽ നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. അപ്പം ഒരു പ്രാവശ്യം നമ്മൾ ആ നൂല് ഹുക്കിൽ റൊട്ടേറ്റ് ചെയ്തു, ആ ചെയിനിൽ കൂടെ എടുത്തിട്ട് ആദ്യത്തെ 2 കൂടെ എടുക്കുക, പിന്നത്തെ 2 കൂടെ എടുക്കുക. കണ്ടില്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. അങ്ങനെ ഓരോ ചെയിൻസിലും നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ചെയിൻസിൽ ഫുള്ള് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാം കേട്ടോ. അങ്ങനെ ഓരോ ചെയിനിലും നമ്മളതാ ഡബിൾ ക്രോഷ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? സിംഗിൾ ക്രോഷ്യ പഠിച്ചു, ചെയിൻസ് പഠിച്ചു, ഇപ്പോൾ ഡബിൾ ക്രോഷ്യ നിങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കളറ് യാണിൽ എങ്ങനെയാണ് വേറൊരു കളറ് യാണും ജോയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വേറൊരു കളറ് നമ്മൾ കട്ട് ചെയ്ത് വീണ്ടും ചെയ്യാതെ ഒരു മനസ്സിലാവാത്ത രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്യുക എങ്ങനെയാണെന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തു കേട്ടോ. ആ ചെയിൻസിലൊക്കെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ലാസ്റ്റ് ചെയിനിലേക്ക് എത്തി. നമ്മൾ ലാസ്റ്റ് ചെയിൻസിലൊക്കെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഡബിൾ ക്രോഷ്യ ഈ റൗണ്ട് കഴിഞ്ഞ് അടുത്ത റൗണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞുതരാം. അങ്ങനെ നമ്മളത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ 3 ചെയിൻസ് ഇടാം. 1 2 3. എന്നിട്ട് അത് ടേൺ ചെയ്യാം. എന്നിട്ട് ആ ഫസ്റ്റ് സ്പേസിലല്ല, നെക്സ്റ്റ് സ്പേസിൽ തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റിൽ നമ്മൾ ചെയ്യില്ല, അതിൽ നമ്മൾ ആ 3 ഡബിൾ ചെയിൻസ് ചെയ്തത് ആ ഒരു ഡബിൾ ക്രോഷ്യ ആയല്ലോ. ഇനി അടുത്തതിൽ ചെയ്യാം. ഓക്കെ, ഇനി ഓരോന്നിലും നമ്മൾ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഈ പിസ്ത കളറിൽ തന്നെയുള്ള ഡബിൾ ക്രോഷ്യേസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ വേറൊരു കളറ് ആഡ് ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമ്മൾ 2 ഡബിൾ ക്രോഷ്യ കൂടെ ഈ കളറിൽ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ബ്ലൂ കളറ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇൻവിസിബിൾ ജോയിനിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനിയിപ്പം ഞാൻ അടുത്ത കളർ യാൺ എടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ എടുത്തൊരു ബ്ലൂ ആണ്. അപ്പോൾ ആ ബ്ലൂ യാണ് നമ്മൾ ആ 2 ചെയിൻസ് ആദ്യത്തത് ഇട്ട് വെച്ചതിൻ്റെ ബാക്കി 2 ഇല്ലേ, അതിനുള്ളിൽ കൂടെ എടുത്തിട്ട് ടൈറ്റൻ ചെയ്ത് പിടിക്കുക. ഓക്കെ, ആ പിസ്തയും ബ്ലൂവും യാണ് നമ്മൾ താഴോട്ട് മാറ്റിയിട്ട് ഇനി ബ്ലൂവിലാണ് ചെയ്തെടുക്കുക. ഓക്കെ, നല്ല ടൈറ്റാക്കി നമ്മൾ ആ ചെയിൻ ടൈറ്റാക്കി, കണ്ടോ? ഇനി നമ്മൾ ചെയ്യുന്നതൊക്കെ ബ്ലൂ കളറിൽ ചെയ്തെടുക്കുക. അങ്ങനെ ഫസ്റ്റ് ബ്ലൂ ഡബിൾ ക്രോഷ്യ ചെയ്തു, ബാക്കി വരുന്ന എക്സസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പിടിക്കുക. രണ്ടാമത്തെ ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. മൂന്നാമത്തത് അങ്ങനെ നമ്മൾ ഡബിൾ ക്രോഷ്യ കണ്ടില്ലേ?
ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ജോയിനിങ് ആയിരുന്നത്. നമുക്ക് വേറെ കട്ട് ചെയ്തിട്ട് വേറെ ജോയിൻ ചെയ്ത് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ജസ്റ്റ് ആ ഹുക്കിലൂടെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ 3 ത്രെഡ് ഉണ്ടാവും. അതിൽ ആദ്യം 2 എണ്ണം പിന്നെ 2 എണ്ണം എടുക്കുക. അപ്പോൾ ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ എടുത്തിട്ട് പിന്നെ രണ്ടാമത് ബാക്കി വരുന്ന 2 എണ്ണത്തിൽ കൂടെ നമ്മൾ ആ പുതിയ നെക്സ്റ്റ് കളർ ഏതാണോ യൂസ് ചെയ്യണം അത് എടുക്കുക. അങ്ങനെ നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ആ ബ്ലൂ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇനി അടുത്ത റോയിൽ നമ്മൾ പിസ്ത ചെയ്തിട്ട് പിന്നെ ബ്ലൂ ആ ചെയ്യണത്. അത് സെയിം ഇതേപോലെ തന്നെ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ചെയ്യുന്ന ഡബിൾ ക്രോഷ്യ പകുതി ബ്ലൂവിൽ ചെയ്തിട്ട് മറ്റേ കളർ യാണിൽ ബാക്കി ചെയ്യാം. കണ്ടോ? ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ എടുത്ത് പിന്നെ ഇനി യാണിൻ്റെ കളർ മാറ്റി. അപ്പോൾ ബ്ലൂ അവിടെ നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കാം. കണ്ടില്ലേ? ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് വേറെ കട്ട് ചെയ്യാനോ ജോയിൻ്റ് ചെയ്യാനോ നമ്മൾ കുറേ വേസ്റ്റ് ആവുന്നില്ല. നമ്മളെ യാൺസൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ അടുത്തത് ഞാൻ പിസ്ത വെച്ചിട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ബ്ലൂ ആണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നേരത്തെ എങ്ങനെയായിരുന്നോ പിസ്ത വെച്ചിട്ട് ബ്ലൂ ചെയ്ത് അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് 2 കളറിൽ ചെയ്തെടുക്കാം. അങ്ങനെ ഈ റൗണ്ടിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇൻവിസിബിളായിട്ട് യാൺ എങ്ങനെയാണ് ജോയിൻ ചെയ്യാമെന്നും ഒക്കെ പഠിച്ചു. ഇനി ട്രിപ്പിൾ ക്രോഷ്യ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടി നോക്കാം. അങ്ങനെ ഞാനിതാ 2 കളറിലും ഡബിൾ ക്രോഷ്യ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. 3 റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ആ ഡബിൾ ക്രോഷ്യ ചെയ്ത് വെച്ച് അവിടെ 4 ചെയിൻ ഇടാം. അതിൻ്റെ മേലെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ഇനി 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഹുക്കിലൂടെ നൂല് 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ 2 പിന്നത്തെ 2 പിന്നത്തെ 2 ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നൂലെടുക്കുമ്പം 4 എണ്ണം വരും. ആദ്യത്തെ 2 പിന്നത്തെ 2 പിന്നത്തെ 2. സിംഗിൾ ക്രോഷ്യ നമ്മൾ 2 എണ്ണത്തിൽ കൂടെ എടുത്തു. ഡബിൾ ക്രോഷ്യ 3 എണ്ണത്തിൽ ആദ്യം 2 2, ട്രിപ്പിൾ ക്രോഷ്യ ആകുമ്പം 2 2 2. ഓക്കെ, മനസ്സിലായോ? 2 എണ്ണത്തിൽ കൂടെ എടുക്കുക, പിന്നത്തെ 2 4 എണ്ണം വരും. അപ്പം ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ എടുത്തു, പിന്നത്തെ 2 പിന്നത്തെ 2. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. നമുക്കിത് മാജിക് റിങ്ങിലൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യാം. അപ്പം ഡബിൾ ക്രോഷ്യക്ക് നമ്മൾ 3 ചെയിൻസാണ് ഇടുക. ട്രിപ്പിൾ ക്രോഷ്യ ആകുമ്പോൾ 4 ചെയിൻസ് ഇടുക. ഓക്കെ,
അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.